വലിയ മോശമില്ലാത്ത ഒരു നല്ല സീക്വലാണ് ഗ്ലാഡിയേറ്റർ 2. ആദ്യ സിനിമയുടെ ഒരു 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവൻറ്റ്സ് ആണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. ആൻഡ് ഈ സിനിമ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് തന്നെ ആദ്യ സിനിമയിൽ റിഡ്ലി സ്കോട്ടിന് കാണിക്കാൻ പറ്റാതിരുന്ന കുറേ ഇവൻറ്റ്സ്, പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റിംഗ് ബിറ്റിനകത്തുള്ള കൊളോസിയത്തിനകത്തുള്ള കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ ആദ്യ സിനിമ ഇറക്കിയപ്പോൾ തന്നെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ മിസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അത് കൂടുതലായിട്ട് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ഉദ്ദേശം. എൻ്റെ അത് നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് പല സമയത്തും ഇതുകൊണ്ടായതുകൊണ്ട് തന്നെ ആദ്യ സിനിമയുടെ ഒരു റീപ്രൊഡ്യൂസിബിൾ ഫാക്ടർ നമുക്ക് അവിടെയൊക്കെ കാണാം. അതേ സാധനം തന്നെ റിപ്പീറ്റ് അടിച്ച് വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ആൻഡ് പലരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു റീമേക്ക് ആണെന്നാണ്. ഇതൊരു റീമേക്ക് അല്ല, ഇതൊരു സീക്വലാണ്. ആദ്യ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ സ്പോയിലറാവും. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നതൊക്കെ. സോ ആ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് ഈ സാധനം പോകുന്നുണ്ട്. ആൻഡ് പുതിയ ഇപ്പോൾ നല്ല സോളായിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറും ഉണ്ട്. കുഴപ്പമില്ല അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോറി വൈസ്. പക്ഷേ മെയിൻലി നമ്മൾ ഈ സിനിമയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെ ആക്ഷൻ സീക്വൻസുകളാണ്. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് അതിൻ്റെ ആ ഒരു ഗ്രാൻഡ് സ്കെയിലിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത്രയും വലിയ ബഡ്ജറ്റിലെടുത്ത് പടമാണെന്ന് നമുക്കറിയാം. ഓൾറെഡി റിലീസ് സ്കോട്ടിംഗ് സിനിമകളിലൊക്കെ തന്നെ ആ ഒരു പ്രൊഡക്ഷൻ സ്കെയിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നമുക്കറിയാം. അത് അതേപോലെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇറക്കിയ പൈസ എവിടെ ഇറക്കി വൃത്തിക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ട്രെയിലർ കണ്ടിട്ടുള്ള പല സീക്വൻസുകളും അത് അതിൻ്റെ ആ ഒരു ഗ്രാൻഡ് ഇയറിൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ ആദ്യ സിനിമയുടെ ആ ഒരു സെയിം സാധനം തന്നെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് വരുന്ന പോലെയും അതിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു എൻഡിങ്ങും അതൊക്കെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. സോ അതുകൊണ്ട് ആ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അത് ഫസ്റ്റ് സിനിമ എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2000 പുറത്തിറങ്ങിയ ആ ഒരു പടം ഇപ്പോൾ 24 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മറക്കുന്നില്ല. ഇനി ഒരു 50-100 വർഷം കഴിഞ്ഞാലും ആ സിനിമ അവിടെ തന്നെ ഉണ്ടാവും. കാരണം സിനിമാറ്റിക് ഹിസ്റ്ററിയിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്ന സിനിമയാണ് ഗ്ലാഡിയേറ്റർ. അതിൻ്റെ വലിയ ആക്ഷൻ സീക്വൻസുകളോ ബാറ്റിൽ സീക്വൻസുകളോ കൊണ്ടൊന്നുമല്ല. ആ സിനിമയ്ക്ക് ഒരു സോളുണ്ട്. ആ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് സീക്വൻസുകളുണ്ട്. റസൽ ക്രോ തിരിഞ്ഞു നിന്നിട്ട് ഐ എം മാക്സിമസ് ഡെസ്മസ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് മറക്കില്ല ആരും. സോ ആ കിട്ടിയ ഒരു നൊസ്റ്റാളജി ഉണ്ടല്ലോ, അതിന് ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബേസിലാണെങ്കിൽ ഒരു പടം എടുത്തിട്ടുള്ളത് തന്നെ. ആൻഡ് അതിനെ അപമാനിക്കാതെ എടുത്തു എന്ന് മാത്രമേ ഈ സിനിമയ്ക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയാനുള്ളൂ. കാരണം വലിയ മോശമില്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ വരുന്ന സീക്വലുകളൊക്കെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. ആദ്യ സിനിമയുടെ ഈ ഒരു നൊസ്റ്റാളജിക് ഫാക്ടർ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ സിനിമകളുണ്ട്. സോ ഈ സിനിമയിൽ അതേപോലെ മോശമാക്കാതെ വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ നമുക്കൊരു നല്ല എൻ്റർടൈനർ വേണം. അത് നമുക്ക് ഈ സിനിമ ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ സിനിമ പോലെ ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഈ സിനിമ ആലോചിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അതിനുള്ള ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പിന്നെ കുറേ കണ്ടു. ഈ ഗ്ലാഡിയേറ്ററൊക്കെ ആദ്യം ഇറങ്ങിയതിന് ശേഷം ഇതേ രീതിയിലുള്ള പീരീഡ് ബേസ് സാധനങ്ങൾ കുറേ നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ കണ്ട് മറന്നു പോകുന്നൊരു സിനിമ തന്നെയാണെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഒരു സമയത്ത് ബോറടിപ്പിക്കാതെ ലാഗ് അടിപ്പിക്കാതെ നല്ല തറവായിട്ട് 2-2.5 മണിക്കൂറുള്ള ഒരു ഫുൾ റൺ ടൈമിലും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് പിടിച്ചെടുത്തുന്ന ഒരു പടം തന്നെയാണ്. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നൊരു സിനിമയല്ല. സോ അങ്ങനത്തെ ഒരു പടമായിരുന്നു ഗ്ലാഡിയേറ്റർ. അതിൻ്റെ ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഗ്ലാഡിയേറ്റർ. ആദ്യ പാർട്ട് കാണാതെ ഈ സിനിമ കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്കിതിൽ ഒരു സാധാരണ പടമായിട്ട് തോന്നും. പക്ഷേ ഫസ്റ്റ് മൂവി അത് നിങ്ങൾക്കൊരു നൊസ്റ്റാളജിക് ഫീൽ തന്നെയാണെങ്കിൽ പിന്നീട് എന്ത് നടന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അത് എപ്പോഴും നമുക്ക് ആ സാധനം പിന്നെയും ഇങ്ങനെ വരുന്ന പോലെ നമുക്ക് തോന്നും. എങ്കിലും നല്ലൊരു വാച്ച് തന്നെയായിരുന്നു ഗ്ലാഡിയേറ്റർ 2. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ കുറച്ചെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നാൻ കാരണം ഒരുപക്ഷെ ഇന്നലെ കണ്ട കാട്ടപരാധം കാരണമായിരിക്കും. ശരി, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.